ഇവിടുന്ന് ഒരു സ്ട്രൈക്ക് കൂടെ കിട്ടിയെന്ന്. എൻ്റെ മോനെ എൻ്റെ മോനെ. ഹായ് ഹലോ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ചൂണ്ടക്കാരൻ്റെ പുതിയ സ്നേക്ക് ഫിഷിങ്ങിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു മാമ്പ ഫ്രം റിയൽ വാരിയർ. ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രോഗ്. അത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഗായ്സ്. എനിക്ക് പറഞ്ഞാണല്ലോ, ഇതും 2 എണ്ണം ഉണ്ടാകും. എന്നാന്നല്ല, ഫ്രോഗൊന്നും ഇപ്പോൾ വാഴുന്നില്ല, പെട്ടെന്ന് തന്നെ പൊട്ടി പോകുന്നുണ്ട്. ഇതും കിവിയൊക്കെ 2 എണ്ണം ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഓരോന്ന് പൊട്ടിപ്പോയി. ഇപ്പം നീ നമ്മൾ റെസ്റ്റ് ഒരെണ്ണം ഉള്ളൂ. അടിപൊളി ഫ്രോഗ്, നമ്മൾ ഇഷ്ടം പോലെ മീൻ പിടിച്ചോ. കാരണം കറക്റ്റ് അടിപൊളി കോമ്പാക്ട് സൈസാണ്. വരാനും ചെറുമീനൊക്കെ ഒരുപോലെ നമുക്ക് പിടിക്കാൻ പറ്റും. ഹാൻഡ് മെയ്ഡ് ഫ്രോഗ് ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ഫ്രോഗ് ആണ് കേട്ടോ. ഇടുക്കം ഹുക്കപ്പ്, നമുക്ക് അധികം സ്ട്രെയിനും ചെയ്യണ്ട. അരിച്ച് കിടന്ന് ഹുക്കപ്പൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ടീവത്തിന് ഓൾറെഡി ഹുക്ക് ചെയ്യുന്നു. ജസ്റ്റ് വലിച്ച് കയറ്റിയാൽ മതി. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, കറക്റ്റ് ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഈ ഒരു പോർഷൻ വരത്തില്ല, ഇത്ര പാമ്പ് കറക്റ്റ് പാമ്പിൻ്റെ തലയില്ലേ, പാമ്പിൻ്റെ തല പോലെ തന്നെ ഇരിക്കട്ടെ. ഈ സൈഡിൽ ഒരു കട്ടിങ് തോന്നുന്നുണ്ട്, കറക്റ്റ് ആ പാമ്പിൻ്റെ തല പോലെ തന്നെ ഇരിക്കുന്നു. ടെക്സ്ചറും കാര്യങ്ങളും അതുപോലെ തന്നെ മാമ്പ പോലെയാണ്. പിന്നെ പറയേണ്ട കാര്യം എന്താണെന്ന് അറിയാം, ഇതിൻ്റെ സ്പിന്നറാണ് കേട്ടോ. സ്പിന്നർ കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ പാമ്പിൻ്റെ ഒക്കെ നാക്കില്ലേ, അതുപോലത്തെ സ്പിന്നറാണ് ഇവരത്തെ കൊടുത്തത്. കാരണം ഈ സ്പിന്നർ നടുക്കൊരു വെട്ടുപോലുണ്ട്. അതുകൊണ്ട് കറക്റ്റ് ആ പേരിന് ഒരു മാക്സിമം ഇതിൻ്റെ അകത്ത് വന്നൂർത്തമാകാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. മാമ്പ, ബ്ലാക്ക് മാമ്പല്ല കേട്ടോ, മാമ്പ. ഇതിൻ്റെ ഒരു 6 കളറോളം സാധനം അവൈലബിൾ ആണ്. ഹുക്കൊക്കെ നല്ല കിടുക്കാച്ചി ഹുക്കാട്ടോ. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. വെയിറ്റും കാര്യങ്ങളല്ല. ഈ സ്പിന്നർ കൊടുത്തേക്ക് നല്ല കിടുക്കുന്ന സീവലല്ല, വീട്ടിലൊക്കെ നോക്കാനുള്ള അടിപൊളി സാധനമാണ്. ഇത് ഉപയോഗിച്ചിട്ടുള്ളൊരു കിടുക്കൻ ഫിഷിങ്. നേരെ വെടിയിലോട്ട് തീറ്റയ്ക്കൊന്നായിരുന്നല്ല. കൊല്ലേ കുഴി. അങ്ങനെ മാമ്പയിൽ നമ്മളെ മീൻ കയറി. കൊള്ളാം മച്ചന്മാരെ, കണ്ടേ നമ്മുടെ മാമ്പയിലൊരു മീൻ കയറി കേട്ടോ. നൈസൊരു ചെറിയ ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ, കിടിലനായിട്ട് ഹുക്കപ്പായിട്ടുണ്ട് കേട്ടോ. റിയൽ വാരിയറിൻ്റെ മാമ്പ ഇല്ല, മീനെ കണ്ടല്ലോ. ഒരു 1 കിലോ കാണും കേട്ടോ മാക്സിമം. അടിപൊളി. അപ്പം ഊരിയിട്ട് നമുക്ക് കാസ്റ്റിങ് തുടങ്ങാം കേട്ടോ. സെക്കൻഡ് ഏടാ മോനെ. അപ്പം നമ്മുടെ ഒരു മീൻ പിടിക്കാം. അവിടെ ഭാഗ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മീൻ പിടിക്കാം. ആ ആ പറഞ്ഞോടെ പിടിക്കാം. ഭാഗ്യമുണ്ട്. ഒരു സ്ട്രൈക്കോടെ കിട്ടി. ഇവിടുന്ന് ഒരു സ്ട്രൈക്കോടെ കിട്ടിയെന്ന്. ചെറിയ പോലെ കിട്ടില്ല സ്ട്രൈക്കായിരുന്നു ആട്ടോ മോനെ. അമ്പോ ഇവിടെ അല്ലേ അച്ഛൻ അവിടെ ചൂണ്ടയുണ്ടേ. അയ്യോ കൊള്ളാം കേട്ടോ നമ്മളെ മാമ്പ. എടുത്തോ നമ്മുടെ മാമ്പ ഇരിക്കുന്ന കേട്ടോ. 2ാമത്തെ മീൻ. ഇത് പറഞ്ഞാൽ ഭാഗ്യമുണ്ട് ഒരു മീനോട് പിടിക്കുക. നമ്മൾ വേറൊരു മീൻ വേണ്ടി എറിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ മുമ്പ് അടിച്ചൊരു സാധനമായത്. അപ്പോൾ നമ്മുടെ ഇരിക്കണം മാമ്പ. എടുത്തോണ്ട് നമുക്ക് കുക്കപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എടുത്തോണ്ട് ഒറ്റ ഓട്ടം ആ വഴിക്ക് ഞാനെന്ത് ഇവിടെ കയറി ഓട്ടക്കി. അത് കിട്ടില്ല സാധനം കേട്ടോ. പൊളി. ഇല്ല, എറിയാനും പറ്റുന്നില്ല പ്രോപ്പറായിട്ട്. എൻ്റെ മോനെ ചേടാ പോയി. എൻ്റെ മോനെ എറിഞ്ഞ് വീടാറുന്ന ആരും അടിച്ചു കേട്ടോ. വാഹയായിരുന്നു തോന്നുന്നു.
ഊരിപ്പോയി. അടിയിൽ നിന്ന് കമ്മു വന്നു കേട്ടോ. ചെറുതാണ്, ചെറിയ ചെറിയ കേട്ടോ. ഇത് കണ്ടില്ലേ, ചെറിയ സാധനം കേട്ടോ. ഒരു 1/2 കിലോ സംതിങ് ഒക്കെ ഉണ്ടാവുള്ളൂ. നമ്മളെ ഫ്രോഗ് കണ്ടല്ലോ, മാമ്പയാണ് കേട്ടോ. അടിച്ച് വേണ്ട, നല്ല സോഫ്റ്റ് ഫ്രോ ആണ്. നമുക്ക് അധികം നമ്മൾ കഷ്ടപ്പെട്ട് ഹൂക്കപ്പ് ഒന്നും ചെയ്യണ്ട. നമുക്ക് പെട്ടെന്ന് ഊരി നമുക്ക് തന്നെ റിലീസ് ചെയ്തേക്കാം. ഇന്നലെ നമ്മൾ ബ്രൗണിൽ പിടിച്ചത്, ഇന്ന് നമ്മൾ ഗ്രീനിലാണ് പിടിച്ചേട്ടാ. ഇങ്ങനെ കണ്ടല്ലോ, ചെറിയ ചെറിയ. അങ്ങനെ തിരിച്ച് വെള്ളത്തിലോട്ട് ഇട്ടേക്കാം. ബാ, നമ്മൾ ഇന്നലെ വൈകുന്നേരം ഒരെണ്ണത്തിന് സെയിം പൊസിഷനിൽ തന്നെ വിട്ടായിരുന്നു കേട്ടോ. അവൻ്റെ ജ്യേഷ്ഠനാണെന്ന് തോന്നുന്നു, അവനെ നമുക്ക് ഇന്ന് അങ്ങോട്ട് വന്നു. ഉണ്ടോ മീൻ അടിച്ചു കേട്ടോ. വരാലാണോ? ഓ, ചെരുകുട്ടിയാ. ഇപ്പൊ കിട്ടിയ ചെറുവിന് കേട്ടോ. പിന്നെ അവനെ വിടുക. അടുത്തത് രണ്ടാമത്തെ. അതെ, ആ അത് ചെറുതാ. ചെറുതാണോ കേട്ടോ, ചെറുതാ. നമ്മൾ വിട്ടവൻ തന്നെയാണോ? വരാനാണോ? സോറി, നല്ല കിറുക്കം വരാല്, സുന്ദരം വളർത്ത് വരാതെ അടിച്ച് വീഴ് കേട്ടോ. നമ്മളെ ഹുക്കപ്പെല്ലാം കിടുക്ക സാധനം കേട്ടോ. വേണ്ടില്ലേ, അടിച്ച് നല്ല സെറ്റപ്പാണ്. അടിപൊളി ഒരു വളർത്ത് വരാൻ. ആഡംബരമൊന്നുമല്ല കേട്ടോ, നമുക്ക് കിട്ടുന്നത് ഇപ്പം മൊത്തം ഇങ്ങനെ. ഉണ്ടോ? നമുക്കൊരു മീൻ അടിച്ച് കേട്ടോ. ഒന്ന് മീനെ പിടിച്ച് ഊരി വിട്ടത് അടുത്തപ്പോ സാധനം വന്നു കേട്ടോ. ആ പൊളി, ആ നൈസ്. സൂപ്പർ അടി ആയതുകൊണ്ട് ഈ ചോട്ടി ഇങ്ങനെ പറന്നടിച്ചു എൻ്റെ മോനെ. മാമ്പ പോയിരിക്കുന്നുണ്ടോ? നമ്മുടെ ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ? മാമ്പ കിടുക്ക ഹുക്കപ്പായിരുന്നു കേട്ടോ. അടിച്ച് മിഴുകിക്കളഞ്ഞ്. ഫോളോ ഒരു ചെറിയ പോള കിട്ടി കേട്ടോ ഗൈസ്. ശേടാ, ജസ്റ്റ് ആ പോളക്കകത്ത് കയറിയുണ്ട് എല്ലാം അടി കിട്ടിയാൽ. ഇപ്പോൾ ചെറിയ മീനാട്ടോ. ചെറിയ മീനാണോ? ചെറുതാ, ചെറിയ.
മാമ്പല കേട്ടോ അടിച്ചേക്കുന്നത്. ഒരു മാമ്പ മീൻ അടിച്ചിരിക്കുന്നതല്ല നല്ല കിടുക്കൻ സ്ട്രൈക്കാണ് കേട്ടോ. അടിച്ചാൽ മെഴുകിക്കളത് ചെയ്തുകൊണ്ട് റോഗ് ഫുള്ള് എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെറിയൊരു മീനാണ് കേട്ടോ. ചെറിയ ചെറുമീൻ തിരിച്ച് അവൻ്റെ തട്ടാത്തിലൂടെ തന്നെ വിട്ടാക്കാൻ കേട്ടോ. ഓക്കെ